മലപ്പുറം എടക്കര ടൗണിൽ ഭീതി വിതച്ചൊരു കാട്ടുപോത്ത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ എത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ടൗണിൽ നിന്ന് ഓടിച്ചെങ്കിലും കാട് കയറ്റാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ, പറയൂ, ഈ കാട്ടുപോത്തിനെ ഇനിയും കാട് കയറ്റാൻ പറ്റിയിട്ടില്ലേ? നിലവിൽ ഈ എടക്കരയിൽ നിന്നും കിലോമീറ്റർ അകലെയുള്ള ഇല്ലിക്കാട് ഭാഗത്താണ് നിലവിൽ ഈ കാട്ടുപോത്ത് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് വനംവകുപ്പിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്ന് ഈ നാട്ടുകാരൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർത്തുകൊണ്ട് കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് ഒരു കാട്ടുപോത്ത് നിലമ്പൂർ എടക്കര ടൗണിലൂടെ നടക്കുന്നതായി നാട്ടുകാർ കാണുന്നത്. ഏറെ നേരം ഈ കാട്ടുപോത്ത് ഈ എടക്കര ടൗണിൽ പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അനിഷ്ട സംഭവങ്ങളോ അക്രമങ്ങളോ തന്നെ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. തുടർന്ന് ഈ നാട്ടുകാരും ഒപ്പം തന്നെ അതുവഴി സഞ്ചരിച്ച ആളുകളുമാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. അതിനുശേഷം വനംവകുപ്പും ഒപ്പം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കാട്ടുപോത്തിനെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിലമ്പൂർ രാമൻകുത്തിലും ഒരു കാട്ടുപോത്തിനെ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ മമ്പാട് വടപ്പുറം ഭാഗത്തും ഒരു കാട്ടുപോത്തിനെ കണ്ടിരുന്നു. അപ്പോൾ ഈ കാട്ടുപോത്ത് തന്നെയാണ് ഇന്ന് നിലമ്പൂർ എടക്കരയിലും ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നത്. നിലവിൽ നിലമ്പൂരോട് ചേർന്നുള്ള കാടുകളിലും തന്നെ ഈ കാട്ടുപോത്തില്ല. പകരം കിലോമീറ്റർ അകലെയുള്ള പന്തീരായിരം വനമേഖലയിലാണ് ഈ കാട്ടുപോത്തിന്റെ ഈ ആവാസ കേന്ദ്രം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ